ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ താഴെ നടത്തുന്ന ചില വാഴക്കൃഷിയും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ചില പച്ചക്കറി കൃഷിയൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പല തരത്തിലുള്ള വാഴകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വാഴക്കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു കൗതുകത്തിന് വിവിധ വെറൈറ്റിയിൽപ്പെട്ട വാഴകൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കൊലച്ച് തുടങ്ങിയിട്ടുണ്ട് വാഴകളൊക്കെ. അപ്പൊ വാഴകൾ കുറച്ച് കൊല വന്ന് കണ്ടാലാണ് ഇത് ഏത് വെറൈറ്റി പെട്ടതാണെന്ന് തിരിച്ചറിയാനുള്ള നമുക്ക് പറ്റുള്ളൂ. ചിലർക്ക് വാഴ കണ്ടാൽ തന്നെ അതിന്റെ കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു. പക്ഷെ നമ്മളധികം എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് കൊലച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ഈ വാഴ കൊല വന്നിട്ടില്ല, പക്ഷെ ഇത് കണ്ടിട്ട് ഈ മൈസൂർ പൂവനാന്നാണ് തോന്നണത്. ഇതും ഈ മൈസൂർ പൂവൻ എന്ന് പറഞ്ഞ വെറൈറ്റി പെട്ടതാണ്. ഇത് കൊലച്ചു കഴിഞ്ഞു. ഇത് നേന്ത്രക്കായയാണ്, നേന്ത്രവാഴയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ചുവന്ന കളറിൽ തണ്ടും അതിന്റെ ഇലകളുടെ ആ ഒരു കരുത്തും ആ വാഴ കൊല കാണുമ്പോഴും അറിയാം. ആ കൊല ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് കൺഫേം ചെയ്യാം. അത് 90% നേന്ത്രവാഴ തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് മൈസൂർ പൂവിനി പെട്ട തന്നെയാണ്. ഇത് വേനൽക്കാലത്ത് നല്ല ഡ്രൈ സമയത്ത് കൊലച്ചത് കൊണ്ടാണ് അതിന്റെ കായകളിലൊന്നും അത്ര ഒരു കരുത്ത് പോരാ. പിന്നെ ഇതിന്റെ മാണി നമ്മൾ വെട്ടിയിട്ട് കറി വെക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കേട്ടോ. ഇപ്പൊ അവിടെ കറി വെച്ചിട്ടുണ്ടാവും വീട്ടില്. പിന്നെ ഇവിടെ വീണ്ടും ഒരു വാഴ കൊലച്ചിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ കടുത്ത വേനലില് കൊല വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് അത്രത്തോളം ഇതിനകത്ത് നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കൊല കണ്ടിട്ട് ഒരു സൃഷ്ടിച്ച കൊലയാണ്. എന്തായാലും ഇതിന്റെ മാണി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഒരു റൊബസ്റ്റോ വെറൈറ്റിയാണ്. ഈ റൊബസ്റ്റോ വെറൈറ്റി വാഴകൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് വളരെ ഹൈറ്റ് കുറഞ്ഞ വാഴകളായിരിക്കും. ഹൈറ്റ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ഇതിന്റെ ഈ കൊല വന്നിട്ട് നിലത്ത് വരെ മുട്ടുന്ന സാഹചര്യം വരെ വരും. ഇപ്പൊ കിൻഡൽ വാഴ എന്നൊക്കെ അറിയപ്പെടുന്ന ചില വാഴകളുണ്ട് ഈ റൊബസ്റ്റോ വെറൈറ്റിയിൽ. അതിൽ പെട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് കിൻഡൽ വാഴ. ഇവിടെ മറ്റൊരു വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്. ഈ വാഴ കണ്ടിട്ട് എനിക്ക് ഞാലിപ്പൂവനാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വാഴക്കൊലയുടെ ഉള്ളിൽ കൊല നിന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിനകത്ത് നിറച്ച് തേനീച്ചകളുണ്ട്. തേനെടുക്കാനായിട്ട് തേനീച്ചകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉടനെ തന്നെ ഒരു തേനീച്ച കൃഷി കൂടി തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇനി ഇതാണ് ഒറിജിനൽ നേന്ത്രക്കായ. നേന്ത്രവാഴ കൊലച്ചിരിക്കുന്നതാണ്. ഇത് മിക്കവാറും നമ്മുടെ ഓണത്തിന് കാഴ്ചക്കൊലയാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. കണ്ടാലറിയാം നേന്ത്രക്കാല. അതിന്റെ തണ്ടും ഇലകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഒരു വാഴ, കൊലയ്ക്കാത്ത വാഴ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി കൊലയ്ക്കാൻ ബാക്കി നിൽക്കുന്നേ ഉള്ളൂ. ഇനി വേറെ വാഴകൾ കൊലച്ചിട്ടുണ്ടോ നോക്കാം. അപ്പൊ അങ്ങനെ ഞാൻ വളരെ വ്യത്യസ്തമായ വാഴക്കന്നുകൾ, വെറൈറ്റി പല വാഴകളെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ വാഴകൾ ഇവിടെ ഒരു നല്ലൊരു വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ. ഇത് പൂവനാണെന്ന് തോന്നുന്നു, ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവനോ വെറൈറ്റി. ഇത് മഴ തുടങ്ങിയതിന് ശേഷം വന്ന കൊലയായതുകൊണ്ട് അത്യാവശ്യം നല്ല കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വാഴക്കൊല വേറെ വന്നിട്ടുള്ളത്, ഇവിടെ ഒരു വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്. ഈ വാഴയ്ക്ക് വലിയ ശക്തി പോരാ. ഇവിടെ ഒരു കൊല വരുന്നുണ്ട്. ഈ കൊല വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതും അത്യാവശ്യം ചെറുപഴം തന്നെയാണ്, കാണുമ്പോൾ അറിയാം. അപ്പൊ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിവിധ തരത്തിലുള്ള വാഴകൾ എൻ്റെ തോട്ടത്തിൽ നമ്മൾ വളർത്തിയ വാഴകൾ കൊല വരുമ്പോഴുള്ള ഒരു സന്തോഷം, അത് നിങ്ങളെ അറിയിക്കുക കൂടിയായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ ഇനിയും കൂടുതൽ വാഴ കൊല വെട്ടാറാവുമ്പോൾ ഞാനൊരു വീഡിയോ കൂടി എടുത്ത് അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതുവരെ ഒരു കൊലച്ച വാഴക്കൊല ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കൊല വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അധികം താമസിയാതെ നമുക്ക് ഓരോ കൊലയായിട്ട് വെട്ടേണ്ടി വരും. അപ്പൊ നമ്മളത് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എനിവേ, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.